morning, dear students. Good morning. How are you? Are you fine? Okay. Let's breakfast കഴിച്ചോ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മാത്സ് പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിലെ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് യൂണിറ്ററി മെത്തേഡ്. എന്താണ് റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് യൂണിറ്ററി മെത്തേഡ്? അപ്പോൾ ഇതിൽ നമ്മൾ റേഷ്യോ എന്താണെന്ന് പഠിക്കും, പ്രൊപ്പോർഷൻ എന്താണെന്ന് പഠിക്കും, എന്താണ് യൂണിറ്ററി മെത്തേഡ് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ അത് നമുക്ക് റേഷ്യോനെ കുറിച്ച് പഠിക്കാം. എല്ലാം റെഡി അല്ലേ? നോക്കിക്കേ, റേഷ്യോ ഓഫ് നമ്പേഴ്സ്, നമ്പേഴ്സിന്റെ റേഷ്യോയെ കുറിച്ച്. The ratio of two non-zero numbers a and b is the fraction a by b, and we write it as a is to b, read as a is to b. നമ്മളിപ്പം ഒരു നോൺ സീറോ അല്ലാത്ത അല്ലേ, അതായത് സീറോ അല്ലാത്ത നമ്പേഴ്സിന്റെ റേഷ്യോ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, a by b എന്ന് പറയും. ഇതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? a ഇട്ട് രണ്ട് കുത്തിട്ടിട്ട് b. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ റീഡ് ചെയ്യുന്നത്? is to എന്ന് വായിക്കും അല്ലേ, is to. അതായത് a is to b എന്നാണ് പറയുന്നത്. ഈ രണ്ട് കുത്തിനെ നമ്മൾ അല്ലേ, രണ്ട് പോയിന്റ് നമ്മൾ a is to b എന്നാണ് വായിക്കുന്നത്. അപ്പൊ നോൺ സീറോ അല്ലാത്ത രണ്ട് നമ്പേഴ്സ് എയും ബിയും അതിന്റെ റേഷ്യോ നമ്മൾ പറയുമ്പോൾ എങ്ങനെ എഴുതും? അത് ഫ്രാക്ഷൻ ആണല്ലേ, ഫ്രാക്ഷൻ a by b എന്ന് എഴുതാം. അതിന് നമ്മൾ ഈ ഒരു രീതിയിൽ a is to b എന്നാണ് വായിക്കുന്നത്. രണ്ട് കുത്ത് is to എന്ന് വായിക്കും, a is to b എന്നാണ് നമ്മൾ രണ്ട് റേഷ്യോ പറയുമ്പോൾ a is to b എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, in the ratio a is to b we call a the first term or antecedent and b the second term or consequent. എന്താണ് നമ്മൾ പറഞ്ഞു? a is to b എന്നാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഒരു രണ്ട് സംഖ്യയുടെ റേഷ്യോ പറയുമ്പോൾ നമ്മൾ a is to b എന്നാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈ a is to b യിൽ a നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് ടേം എന്ന് പറയും. a നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആന്റിസിഡന്റ് എന്ന് പറയാം. അപ്പൊ a നമ്മൾ ഫസ്റ്റ് ടേം എന്നോ അല്ലെങ്കിൽ ആന്റിസിഡന്റ് എന്നോ വിളിക്കുന്നു. ഈ a is to b യിലെ a നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ആന്റിസിഡന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. ഇനി b യെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ടേം, കാരണം രണ്ടാമത് നടക്കുന്നതല്ലേ. അപ്പൊ b യെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ടേം ഓർ കോൺസിക്വന്റ്. വിളിക്കും സെക്കൻഡ് ടേം ഓർ കോൺസിക്വന്റ് എന്ന് പറയും. അപ്പൊ നമ്മള് a is to b എന്ന് പറയും. റേഷ്യോ അല്ലേ, രണ്ട് നോൺ സീറോ അല്ലാത്ത നമ്പേഴ്സിന്റെ റേഷ്യോ നമ്മൾ a is to b എന്ന് പറയും. a നമ്മൾ ആന്റിസിഡന്റ് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേം എന്നോ വിളിക്കും. b യെ നമ്മൾ സെക്കൻഡ് ടേം എന്നോ അല്ലെങ്കിൽ കോൺസിക്വന്റ് എന്നോ വിളിക്കുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, 3 is to 5. ഇത് നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾ ഏതാണ്? 3 is to 5 എന്നാണ്. 3 is to 5 is a ratio in which first term 3 and the second term is 5, and we define 3 is to 5 as 3 by 5. കണ്ടോ, ഈ തന്നേക്കുന്നതില് 3 എന്ന് പറയുന്നതിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് വിളിക്കുന്നു, 5 എന്ന് പറയുന്നതിനെ നമ്മൾ സെക്കൻഡ് ടേം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഈ 3 is to 5 നെ നമ്മൾ 3 by 5 ആയിട്ട് represent ചെയ്യുന്നു. An important result. We know that a fraction does not change when its numerator and denominator are multiplied or divided by the same non-zero number. അപ്പോൾ എന്താണ് നമ്മൾ ഫ്രാക്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ഉപയോഗിച്ച്? സെയിം നോൺ സീറോ നമ്പർ ഉപയോഗിക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്യില്ല എന്ന് പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ റേഷ്യോയുടെ കാര്യത്തിലും റേഷ്യോ ഡസ് നോട്ട് ചേഞ്ച് when its first and second term are multiplied or divided by the same non-zero number. അപ്പോൾ സെയിം non-zero number ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴായാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായാലും നമ്മുടെ റേഷ്യോയുടെ ഫസ്റ്റ് സെക്കൻഡ് ടേം എന്ത് ചെയ്യുന്നില്ല, അത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 2 is to 3 എന്ന് പറഞ്ഞ് നമുക്ക് തന്നേക്കും. അപ്പൊ ഈ 2 is to 3 നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 2 by 3 ആയിട്ടാണ് അല്ലേ. ഈ 2 is to 3 നമ്മൾ ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ അങ്ങ് എഴുതുന്നു. അപ്പൊ ഈ 2 by 3 കൂടെ നമുക്കിനി എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഇതിനെ നമുക്ക് ഇൻറ്റു ചെയ്യാം. ആ 4 കൊണ്ടാണ് എന്ത് ചെയ്യണം? നമ്മുടെ ഈ 3 യെ ഇൻറ്റു ചെയ്യാം. അപ്പം 8 divided by 12 എന്ന് കിട്ടും. ഓക്കെ, എത്ര എഴുതി നമുക്ക്? 8 divided by 12. അപ്പൊ ആ 8 divided by 12 നെ നമ്മൾ എങ്ങനെ എഴുതണം? 8 is to 12 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഈ 2നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പം 8 കിട്ടി. 3നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. ഇനി 8നെ തിരിച്ച് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ
12നെ തിരിച്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ 2:3 തന്നെ കിട്ടുന്നു. അതായത് 2ന്റെ കൂടെ നമ്മൾ 4 ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. 3ന്റെ കൂടെ നമ്മൾ 4 ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സെയിം സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും രണ്ടിടത്തും ഒരുപോലെ ചെയ്യണം. അപ്പൊ നമുക്ക് 8/4 ഇനി നമ്മൾ 8/4 ചെയ്താലും 12/4 ചെയ്താലും എത്ര തന്നെ വരും? 2ഉം 3ഉം തന്നെ വരും. കേട്ടോ, രണ്ടിടത്ത് നമ്മൾ നോൺ സീറോ നമ്പർ ഉപയോഗിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ടേമാലും സെക്കൻഡ് ടേമാലും ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനെ വീണ്ടും ഇതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് പഴയ നമ്മുടെ റേഷ്യോ തന്നെ കിട്ടുന്നത്. എന്താ അത് ചേഞ്ച് ചെയ്യുന്നില്ല, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ റേഷ്യോന് ചേഞ്ച്, ആ ഫസ്റ്റ് ടേമിനോ സെക്കൻഡ് ടേമിനോ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിക്കേ. 60:45. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 60/45. നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ചെയ്യല്ലേ. അപ്പം 60/5 45/5. നമുക്ക് ആൻസർ എത്ര വരുന്നു? 12/9. 12:9. കണ്ടോ, ഈ 60/45 എന്ന് പറയുന്നതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 12:9 കിട്ടി. ഇനി ഈ 12:9ന്റെ കൂടെ, അതായത് ഈ 12ന്റെ കൂടെ 5 നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴോ ഈ 9ന്റെ കൂടെ 5 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നു? ഈ ആദ്യം നമുക്ക് കിട്ടിയ 60:45 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ നമ്മുടെ റേഷ്യോന്റെ ആ ഫസ്റ്റ് ടേമിനോ സെക്കൻഡ് ടേമിനോ എന്താണ് ഒരു ചേഞ്ചും വരുന്നില്ല. നമുക്ക് കറക്റ്റ് ആ ടേം തന്നെ കിട്ടിയിരിക്കും. ഇനി ഇക്വലന്റ് നോക്കിക്കേ, അടുത്ത് നോക്കി ഇക്വലന്റ് റേഷ്യോസ്. On multiplying or dividing each term of a ratio by the same non-zero number, we get a ratio equivalent to the given ratio. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമുക്കൊരു റേഷ്യോ തന്നിരുന്നാൽ അതിനെ നമ്മൾ ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. ഒരു നോൺ സീറോ നമ്പർ ഉണ്ട്, അതായത് സീറോ അല്ലാത്ത ഒരു നമ്പർ കൊണ്ട് തന്നിരിക്കുന്ന റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ നമുക്ക് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ കിട്ടും ഇല്ലേ? നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയുടെ ഇക്വലന്റ് ആയിട്ടുള്ള റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെന്താ എക്സാമ്പിൾ? നമ്മൾ ഇപ്പൊ ചെയ്ത എക്സാമ്പിൾ തന്നെയാണ്. നോക്കിക്കേ, ഇപ്പം 2:3 നമ്മൾ പറഞ്ഞു അല്ലേ? അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 2/3. അതിന്റെ കൂടെ നമ്മൾ 4 വെച്ച് ചെയ്യുന്നു. 2 × 4 3 × 4 8/12 എന്ന് പറയുന്ന ഒരു റേഷ്യോ നമുക്ക് കിട്ടി. അപ്പൊ 2:3 എന്താണ്? 8:12. അതായത് നമ്മൾ ഇനി ഈ 8നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഈ 2:3 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് തന്നേക്കുന്ന റേഷ്യോയെ നമ്മൾ ഒന്നുകിൽ ഡിവൈഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ നമുക്ക് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ കിട്ടുന്നു. കണ്ടോ, ഈ 2:3 എന്നുള്ളതിനെ 4 കൊണ്ട് രണ്ടിടത്തും ഒരുപോലെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 8:12 എന്ന് പറയുന്ന ആ ഇക്വലന്റ് ആയിട്ടുള്ള റേഷ്യോ കിട്ടി. ഇനി 8നെ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ 2:3 തന്നെ കിട്ടും. അപ്പൊ അതിന്റെ താഴത്തെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ആ ഷോൺ ആസ് 2:3 ആൻഡ് 8:12 ആർ ഇക്വൽ റേഷ്യോ. ഇവിടെ എന്താണ് 2:3 എന്ന് പറഞ്ഞാലും 8:12 എന്ന് പറഞ്ഞാലും രണ്ടും ഇക്വലന്റ് ആണ്, ഈക്വൽ ആയിരിക്കും അല്ലേ? നോക്കിക്കേ, റേഷ്യോ ഇൻ simplest form. The ratio A is to B is said to be in the simplest form if the HCF of A and B is 1. അല്ലേ? നമ്മൾ HCF അതുപോലെ തന്നെ LCM ഒക്കെ നമുക്ക് അറിയില്ലേ, ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് HCF നമ്മൾ നിസ്സാക വിസാക എന്നൊക്കെ മലയാളത്തിൽ പറയാം. അപ്പൊ അതായത് ഒരു എയുടെയും ബിയുടെയും റേഷ്യോ നമ്മൾ അത് സിംപ്ലസ്റ്റ് ഫോം ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ HCF എത്ര ആയിരിക്കും എന്നാണ് പറയുന്നത്? HCF എയുടെയും ബിയുടെയും HCF 1 ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ സിംപ്ലസ്റ്റ് ഫോമിലാണ് പറയുന്നത്. The ratio 11:15 is in the simplest form since the HCF of 11 and 50 is 1. The ratio 50:20 is not the simplest form since HCF of 50 and 20 is 5 not 1. അതായത് രണ്ട് സംഖ്യകളുടെ ഇപ്പോൾ നമുക്ക് തന്നിരുന്നു 11:50. അപ്പൊ ഈ സംഖ്യയുടെ HCF എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്താണ്
ഈ 11:50 എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ആണ്. അടുത്ത ഏതാണ് 50:20 സിംപ്ലസ്റ്റ് ഫോമിലല്ല. HCF ഒന്നല്ലെങ്കിൽ എന്താ അർത്ഥം? അത് സിംപ്ലസ്റ്റ് ഫോം അല്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു കൺവേർട്ട് എ ഗിവൺ റേഷ്യോ ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് ഫോം. ഇനി നമുക്കൊരു റേഷ്യോ തന്നിരുന്നാൽ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് നമ്മൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും നോക്കിക്കേ. To convert a given ratio A is to B into its simplest form, we divide each term by the HCF of A and B. നമുക്ക് ഒരു റേഷ്യോ തന്നിട്ട് അതിനെ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ രണ്ട് റേഷ്യോയുടെയും HCF കണ്ടെത്തുക. അത് വെച്ചിട്ട് ആ രണ്ട് സംഖ്യയെ നമ്മൾ ആ രണ്ട് റേഷ്യോനെ ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും ഡിവൈഡ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേഷ്യോ തന്നാൽ സിംപ്ലസ്റ്റ് ഫോമിലോട്ടാക്കി മാറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യം അതിന്റെ HCF കാണുക, ആ കിട്ടുന്ന ആൻസർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സംഖ്യയെ ഡിവൈഡ് ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ ഒന്നും ചെയ്തു നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് കൺവേർട്ട് ദ റേഷ്യോ 40:25. ഇത് സിംപ്ലസ്റ്റ് ഫോം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റണം. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? അതിന് HCF കണ്ടുപിടിക്കണം അല്ലേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് കണ്ടുപിടിക്കും. 40:25 നമ്മൾ 5 വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? കണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ HCF എത്രയാണ്? 5 ആയിരിക്കും. അപ്പൊ ഈ 5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 40/25 ഈ ആദ്യത്തെ റേഷ്യോനെ നമ്മൾ ഈ രീതിയിലോട്ട് ആദ്യം എഴുതുമല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ ഈ 5 കൊണ്ട് തന്നെ 40/5 ഡിവൈഡഡ് ബൈ എത്ര? 25/5. 40/5 40 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 8/25 5. നമുക്ക് ഒരു റേഷ്യോ കിട്ടും. എത്രയാണ്? 8:5. കണ്ടോ? അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാക്കി നമ്മൾ എഴുതിയില്ലേ? 40:25 എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോയുടെ സിംപ്ലസ്റ്റ് ഫോമാണ് 8:5 എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തത്? ആദ്യം ഈ 40ന്റെയും 25ന്റെയും നമ്മൾ HCF കണ്ടെത്തുക. ആ കിട്ടുന്ന HCF കൊണ്ട് രണ്ട് സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടെത്തും. ഓക്കെ, മനസ്സിലായ നിങ്ങൾക്ക്? ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? 87:58 is in the simplest form. 87:58 അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കി മാറ്റണം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 87ന്റെയും 58ന്റെയും HCF കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എത്ര വരും ആൻസർ? ഇതിന്റെ HCF നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 29 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ആ 29 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 87/58. ആ 27 കൊണ്ട് തന്നെ 29 കൊണ്ട് തന്നെ 87നെയും ഡിവൈഡ് ചെയ്യുക, 58നെയും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് കിട്ടുന്ന HCF കൊണ്ട് തന്നെ രണ്ട് സംഖ്യയെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരും? 87നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. 58നെ 29 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 2. നമുക്ക് 87:58ന്റെ സിംപ്ലസ്റ്റ് ഫോം നമുക്ക് കിട്ടി. എത്രയാണ്? 87:58. നമുക്ക് സിംപ്ലസ്റ്റ് ഫോം എത്ര? 3:2. ഇപ്പൊ ഒരു റേഷ്യോ തന്നിരുന്നാല് അതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. ആദ്യം HCF കണ്ടുപിടിക്കുക. ആ HCF എത്രയാണോ ആ സംഖ്യ ഉപയോഗിച്ച് ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആൻസർ സിംപ്ലസ്റ്റ് ഫോം കിട്ടും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ അടുത്ത് നോക്കുന്ന റേഷ്യോ ഓഫ് 2 ക്വാണ്ടിറ്റീസ് ഇൻ സെയിം യൂണിറ്റ്. അതായത് സെയിം യൂണിറ്റ് ഉള്ള രണ്ടിതിന്റെ എങ്ങനെ നമ്മൾ അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അതായത് രണ്ടിടത്തും സെയിം യൂണിറ്റ് ആയിരിക്കും. സെയിം യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റീന്റെ റേഷ്യോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The ratio of 2 quantities is defined only when they are in the same unit. അതായത് നമുക്ക് സെയിം യൂണിറ്റ് ഉള്ള രണ്ട് ക്വാണ്ടിറ്റി തന്നേക്കുവാണ് അല്ലേ? Suppose that Kunal's weight is 28 kg and Tanvi's weight is 32 kg. അതായത് രണ്ടിടത്തും നമുക്ക് കിലോഗ്രാം എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റിക്കും സെയിം യൂണിറ്റ് തന്നിരുന്നില്ലേ? ഫസ്റ്റ് എത്രയാണ്? 28 kg, അതുപോലെ തന്നെ 32 kg. അപ്പൊ രണ്ടിടത്തെ
എന്താണ് യൂണിറ്റ് സെയിം ആണ്. യൂണിറ്റ് സെയിം ആയിട്ടുള്ള റേഷ്യോ നമുക്ക് തന്നത് അല്ലേ, കിലോഗ്രാം. രണ്ടിടത്തും സെയിം യൂണിറ്റ് ആണ് കിലോഗ്രാം. അപ്പൊ ഇതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതും കണ്ടെത്തുന്നതാണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 28 ഡിവൈഡഡ് ബൈ 30. നമ്മൾ എന്ത് ചെയ്യുക? ഈ 28 ഡിവൈഡഡ് ബൈ 32ന്റെ HCF കണ്ടാൽ പോരെ? 28 32ന്റെ HCF കണ്ടെത്തുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആയിരിക്കും. അപ്പൊ ഈ 4 കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 28നെ ഡിവൈഡ് ചെയ്യുക, 32നെ ഡിവൈഡ് ചെയ്യുക. ഇനി 28 ഡിവൈഡ് ബൈ 4 എന്ന് വെച്ചാൽ എത്ര? 28 ഡിവൈഡ് ബൈ 4 നമുക്ക് 7 കിട്ടും. ഇനി 32 ഡിവൈഡ് ചെയ്യുമ്പോൾ 8. അപ്പൊ നമുക്ക് ഈ 28 കിലോഗ്രാം ഈസ് ടു 32 എന്നുള്ള ആൻസർ നമുക്ക് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം നിങ്ങളുടെ റേഷ്യോ നമുക്ക് എങ്ങനെ കിട്ടി? 7:8 കണ്ടോ? ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് രണ്ടിടത്തെ യൂണിറ്റ് ഒരുപോലെ ആയിരുന്നു, രണ്ടിടത്തും കിലോഗ്രാം ആയിരുന്നു അല്ലേ? രണ്ട് ക്വാണ്ടിറ്റിക്ക് സെയിം യൂണിറ്റ് തന്നു. അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അതിന്റെ HCF 28ന്റെയും 32ന്റെയും HCF കണ്ടെത്തുന്നു. ആൻസർ 4 കിട്ടുന്നു. ആ 4 കൊണ്ട് തന്നെ നമ്മൾ രണ്ട് ടേമിനെയും ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും ഡിവൈഡ് ചെയ്തു. അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതി ഒരു റേഷ്യോ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതുന്നത്. ഇവിടെ എന്താണ് രണ്ടിടത്തും സെയിം യൂണിറ്റ് തന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. കിലോഗ്രാം കിലോഗ്രാം രണ്ടിടത്തും സെയിം യൂണിറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അവസാനം എഴുതണം റേഷ്യോ ഓഫ് കുണാൽസ് വെയിറ്റ് ടു തൻവീസ് വെയിറ്റ്. തൻവിയുടെ കുണാലിന്റെ വെയിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:8 ആണ്. അതല്ലേ നമ്മുടെ ആൻസർ. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ട ഫൈൻഡ് ദ റേഷ്യോ 40 സെന്റിമീറ്റർ ടു 1.5 മീറ്റർ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടിടത്തും സെയിം യൂണിറ്റ് ആണോ തന്നേക്കുന്നതെന്ന് ആദ്യം നോക്കുക. ക്വസ്റ്റ്യൻ കണ്ട ഫൈൻഡ് ദ റേഷ്യോ 40 സെന്റിമീറ്റർ ടു 1.5 മീറ്റർ. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എന്താണ് രണ്ടിടത്തും വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആ യൂണിറ്റ് സെയിം ആക്കിയിട്ട് വേണം റേഷ്യോ കണ്ടെത്താൻ. അപ്പൊ 40 സെന്റിമീറ്റർ ടു 1.5 മീറ്റർ ആണ്. ഒരിടത്ത് സെന്റിമീറ്റർ ഒരിടത്ത് മീറ്റർ ആണ്. അതിനെ നമ്മൾ സെന്റിമീറ്റർ ആക്കിയിട്ട് വേണം റേഷ്യോ കണ്ടെത്താൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പൊ 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ സെന്റിമീറ്ററിലോട്ട് ആക്കാം? ഈ 1.5നെ 100 ഇൻറ്റു 100 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 150 സെന്റിമീറ്റർ കിട്ടും. ഇപ്പൊ രണ്ടിടത്തും സെയിം യൂണിറ്റ് ആയില്ലേ? നമുക്ക് തന്നെ ഒരു റേഷ്യോ ഫസ്റ്റ് ടേമില് 40 സെന്റിമീറ്ററും ഇവിടെ 150 സെന്റിമീറ്ററും തമ്മിൽ ഇല്ലേ രണ്ടിടത്തും സെയിം യൂണിറ്റ് ആയി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഒരിടത്ത് സെന്റിമീറ്ററും ഒരിടത്ത് മീറ്ററും ആയിരുന്നു. അപ്പൊ മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലാക്കാൻ എന്ത് ചെയ്തു? ആ 1.5നെ നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 150 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് രണ്ടിടത്തും സെയിം യൂണിറ്റ് ആയി. 40 മീറ്ററുമായി 40 സെന്റിമീറ്ററുമായി 150 സെന്റിമീറ്റർ. ഇപ്പൊ രണ്ടിടത്തും യൂണിറ്റ് സെയിം ആയില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന്റെ HCF കണ്ടുപിടിക്കുക അല്ലേ? ഇനി 40യുടെയും 150യുടെയും HCF കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് 10 എന്ന ആൻസർ വരും. HCF കണ്ടെത്തുമ്പം ആ 10 കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? രണ്ടിടത്തും നമ്മൾ ഡിവൈഡ് ചെയ്യുക. 40 ഡിവൈഡഡ് ബൈ 10, 150 ഡിവൈഡഡ് ബൈ 10. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. എത്ര? 4/15 എന്ന് ആൻസർ കിട്ടും. 4/15. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് കണ്ടെത്തുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. ഈ 4/50 നമുക്ക് ആൻസർ ഏതായാലും ആൻസർ കിട്ടുമ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഈസ്റ്റു രീതിയിലോട്ട് മാറ്റി എഴുതണം. 4:50 അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 40 സെന്റിമീറ്റർ ടു 150 സെന്റിമീറ്ററിന്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടെത്തിയത് 4:50. ഓക്കെ, ആദ്യം നമുക്ക് രണ്ട് യൂണിറ്റും വ്യത്യസ്തമായിരുന്നു. ഒരിടത്ത് സെന്റിമീറ്റർ ആയിരുന്നു, ഒരിടത്ത് മീറ്റർ ആയിരുന്നു. അപ്പൊ മീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ആ 1.5ന്റെ കൂടെ 100 ഇൻറ്റു 100 നമുക്ക് 150 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് രണ്ടിടത്തും ഒരേപോലത്തെ യൂണിറ്റ് കിട്ടി. ഒരിടത്ത് സെന്റിമീറ്ററും രണ്ടിടത്ത് അപ്പുറത്തും സെന്റിമീറ്റർ ആയി. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ എളുപ്പമാണ്. അതിൽ രണ്ടിന്റെയും HCF കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ആ ആൻസർ എത്രയാണ് അതുകൊണ്ട് ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും ഡിവൈഡ് ചെയ്ത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിന്റെ സോൾവ് എക്സാമ്പിൾസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ.
The length and breadth of a rectangular park are 75 meter and 60 meter respectively. What is the ratio of the length to the breadth of the park? പാർക്കിന്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുണ്ട് 75 മീറ്ററും 60 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ സെയിം യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ 75 മീറ്ററും 60 മീറ്റർ രണ്ടിടത്തും യൂണിറ്റ് തന്നിരിക്കുന്നത് സെയിം ആണ്. അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? 75:60 നമ്മൾ 75 ഡിവൈഡഡ് ബൈ 60 അതിനെ കൺവേർട്ട് ചെയ്യും. ഇല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 75ന്റെയും 60ന്റെയും നമ്മൾ HCF കണ്ടെത്തുക. അപ്പൊ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് 50 എന്ന ആൻസർ കിട്ടും. ഇവിടെ HCF എത്രയാണ്? 50. അത് നിങ്ങൾ കണ്ടെത്തണം. 50. ആ 50 കൊണ്ട് തന്നെ ഈ 75നെ ഡിവൈഡ് ചെയ്യുക, 60നെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. 75നെ 50 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരുന്നത്? 5 എന്നും 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്നും ആൻസർ വരും. അപ്പൊ നമുക്ക് 5/4 കിട്ടി. ഇതിനെ നമ്മൾ ഏത് രീതിയിലോട്ട് എഴുതണം? ഈസ് ടു ഈ രീതിയിലോട്ട് മാറ്റണം. അപ്പം ഈ 75 മീറ്റർ 60 മീറ്ററിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? 5:4 ആയിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത് രണ്ടിടത്തും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ, വളരെ എളുപ്പമായിരുന്നു. അത് നമ്മൾ അതിനെ ഈസ് ടു രീതിയിലോട്ട് എഴുതി. എന്നിട്ട് 75ന്റെ 60ന്റെ HCF കണ്ടുപിടിച്ചു. ആ HCF ഉപയോഗിച്ച് 75നെ ഡിവൈഡ് ചെയ്തു. അല്ലേ? ഫസ്റ്റ് ടേമിനെയും സെക്കൻഡ് ടേമിനെയും ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടെത്തി. ആ ആൻസർ നമ്മൾ ഈസ് ടു രീതിയിലോട്ട് മാറ്റി എഴുതി. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. മൂന്നാമത് എടുക്കുന്ന ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 90 സെന്റിമീറ്റർ ടു 1.5 സെന്റിമീറ്റർ. 1.5 മീറ്റർ. ഓക്കെ, ഇവിടെ എന്താണ്? രണ്ടിടത്ത് റേഷ്യോ വ്യത്യാസമാണ്. അല്ല, രണ്ടിടത്തെ യൂണിറ്റ് വ്യത്യാസമാണ്. ഒരിടത്ത് സെന്റിമീറ്റർ, ഒരിടത്ത് മീറ്റർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 90 സെന്റിമീറ്റർ അതുപോലെ ഇതിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് ആക്കണം. എന്ത് ചെയ്യും? 1.5 × 100 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് 150 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ രണ്ടിടത്തും ഒരേപോലത്തെ യൂണിറ്റ് ആയി. ഓക്കെ, രണ്ടിടത്തും നമുക്ക് ഒരേപോലത്തെ യൂണിറ്റ് അല്ലായിരുന്നു. അത് നമ്മൾ ഒരേപോലത്തെ യൂണിറ്റ് ആക്കി മാറ്റി. ഇനി എന്താണ്? 90 ഡിവൈഡഡ് ബൈ 1. ഇനി നോക്കുക, 90യുടെയും 150യുടെയും HCF നമ്മൾ കണ്ടുപിടിക്കണം. 90യുടെയും 150യുടെയും HCF നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 30 വരെ നമുക്ക് കിട്ടുന്ന ആൻസർ. ആ 30 കൊണ്ട് രണ്ടിടത്തും നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആയിരിക്കും ആൻസർ വരുന്നത്? 3:5 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നമുക്ക് തന്നിരുന്ന രണ്ട് യൂണിറ്റ് വ്യത്യാസമായപ്പോൾ ഒരു സെന്റിമീറ്റർ എടുത്ത് മീറ്ററും ആയിരുന്നു. ആ മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ആ രണ്ട് സംഖ്യയുടെ HCF നമ്മൾ കണ്ടുപിടിച്ച്. HCF 30 ആയിരുന്നു. ആ 30 കൊണ്ട് തന്നെ ഫസ്റ്റ് ടേമിനെ സെക്കൻഡ് ടേമിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ആൻസർ എഴുതി. ആ ആൻസറിനെ നമ്മൾ ഈസ്-ടു-4 കൺവേർട്ട് ചെയ്തു. ഓക്കെ, വളരെ എളുപ്പമല്ലേ? അപ്പൊ അതിന്റെ താഴെ 2-3 എക്സാമ്പിൾസ് കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഉണ്ടോ? ഫില്ലിംഗ് ദ ബ്ലാങ്ക് ബോക്സസ്. അതായത് നമ്മൾ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കണ്ടുപിടിക്കണം. ആ ബോക്സിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 40 ഡിവൈഡഡ് ബൈ 21 ഫിസിക്കൽ ടു മെയിലി ഡാഷ് ആണ്. അവിടെ ഒഴിഞ്ഞ കിടക്കുവാണ്. ഓക്കെ, അതിന്റെ ഡിവൈഡഡ് ബൈ 3 ഫിസിക്കൽ ടു 6 ഡിവൈഡഡ് ബൈ ഡാഷ്. അവിടെ ഒഴിഞ്ഞ കിടക്കും. അപ്പൊ ഈ ഒഴിഞ്ഞ കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടെത്തണം എത്രയാണ് ആൻസർ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് സെക്ഷനും എടുക്കുക. 40 ഡിവൈഡഡ് ബൈ 21 ഫിസിക്കൽ ടു ഡാഷ് ഡിവൈഡഡ് ബൈ 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് 40 × 3ഉം 21 × x. നമുക്ക് എങ്ങനെ ചെയ്യാം? x = 40 × 3 ആണെന്ന് നമുക്കറിയാം. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 40 × 3 ഡിവൈഡഡ് ബൈ ഈ 21. അതുപോലെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാനായിരുന്നു. നമ്മൾ 40 × 3 ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 40 × 3 2 ഡിവൈഡഡ് ബൈ 21. അതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് ആൻസർ വരും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു ആൻസർ 2. കണ്ടോ എങ്ങനെയാ ചെയ്തത്? ഇവിടെ x ആയിരുന്നു, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് 21x ഉം 40 × 3ഉം
നമ്മൾ എക്സ് വെളിയിൽ എടുത്തിട്ട് 40 × 3 ഡിവൈഡഡ് ബൈ 21 എന്ന് എഴുതി. നമുക്ക് ആൻസർ 2 കിട്ടി. അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു 2. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കണം. ഏതാണ്? ഇനി ഈ രണ്ട് സെക്ഷൻ ആണ്. 2/3 is equal to 6 divided by dash. അവിടെ നമ്മൾ ഇതുപോലെ ചെയ്യുക. അതായത് എന്താണ്? 3 × 6 divided by 2. അപ്പം 18 divided by 2. നമുക്ക് ആൻസർ എത്ര കിട്ടും? 9. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടിടത്തെ ആൻസർ കിട്ടിയില്ലേ? ഇവിടെ 9 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പിന്നെ നമുക്ക് എന്താ എഴുതാം? 40 divided by 21 is equal to 2 divided by 3 is equal to 6 divided by 9. വളരെ എളുപ്പമല്ലേ ഇത് കണ്ടുപിടിക്കാൻ? ആദ്യത്തെ സെക്ഷനിൽ ഇവിടെ നമുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഈ കിടക്കുന്ന സംഖ്യ നമ്മൾ ഇതിനെ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ ചെയ്തു. നമ്മൾ ആ ലാസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കമ്പാരിസൺ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഇതേപോലെ നമ്മൾ ഫ്രാക്ഷനിലൊക്കെ കമ്പാരിസൺ പഠിച്ചു. വലുതേതാ ചെറുതേതാ നമ്മൾ പഠിച്ചു. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുക റേഷ്യോയുടെ കമ്പാരിസൺ എങ്ങനെ നമ്മളെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വലുത് ചെറുത് നമ്മൾ എങ്ങനെ പറയും. സപ്പോസ് വി വാണ്ട് ടു കമ്പയർ ടു ഗിവൺ റേഷ്യോസ്. രണ്ട് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. Then we express each one of them as a fraction in the simplest form. Now compare these fractions by making their denominators equal. നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണോ എന്ന് നോക്കാം അല്ലേ? അപ്പൊ അതെങ്ങനെയാണുള്ളത്? ആ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണോ നോക്കിയിട്ടാണ് നമ്മൾ ആ കമ്പാരിസൺ നടത്തുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയിട്ട് കമ്പയർ 5:6, 3:4. ഈ രണ്ട് റേഷ്യോനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നു. ഇതിൽ ഏതാണ് വലുത് ചെറുത് നമ്മൾ കമ്പയർ ചെയ്ത് പറയണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? നമ്മൾ ഈ തന്നിരിക്കുന്ന റേഷ്യോനെ ഈ ഒരു രീതിയിൽ എഴുതും. ഫ്രാക്ഷന് 5 divided by 6, 3 divided by 4. ഈ ഒരു രീതിയിലോട്ട് നമ്മൾ ആദ്യം അതിനെയാണ് എഴുതുന്നത്. കണ്ടോ? ഇനി നമ്മൾ ഇതിനെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫ്രാക്ഷൻ രീതിയിൽ കിടക്കുന്നതിനാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചാണ് 6ന്റെയും 4ന്റെയും LCM കണ്ടുപിടിക്കണം. ഓക്കെ, 6ന്റെയും 4ന്റെയും നമ്മൾ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12 ആയിരിക്കും. LCM is equal to 12. നേരത്തെ നമ്മൾ റേഷ്യോ കൺവേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ HCF കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ആദ്യം ഇതിനെ മാറ്റി എഴുതി. എന്നിട്ട് 6ന്റെയും 4ന്റെയും LCM കണ്ടുപിടിച്ച് LCM is equal to 12. അപ്പൊ നമ്മൾ ഇനി ആ 12 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഈ സെക്ഷൻ എടുത്ത് 5 divided by 6. അപ്പൊ 5ന്റെ കൂടെ എത്ര സംഖ്യ ആഡ് ചെയ്താലാണ് നമുക്ക് 12 കിട്ടുന്നത് നോക്കണം. അതുപോലെ അല്ല 6ന്റെ കൂടെ അല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിന്റെ കൂടെ എത്ര സംഖ്യ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ LCM കിട്ടുന്നത് നോക്കണം. അപ്പൊ ഇവിടെ 6 ആണ്. 6ന്റെ കൂടെ 2 ചെയ്താൽ മതി അല്ലേ? 6 × 2 ആണ് 12. ആ 2 കൊണ്ട് തന്നെ നമ്മൾ ഈ 5ലും ചെയ്യുക. അപ്പം 10 divided by 12 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കണം. ഈ 3/4 എടുക്കണം. അപ്പൊ 3/4 എടുക്കുമ്പം നമ്മൾ നോക്കുക 4ന്റെ കൂടെ എത്ര സംഖ്യ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്? 3 ആണ്. ആ 3 കൊണ്ട് തന്നെ ഇവിടെയും ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് 9/12 കിട്ടി. അപ്പൊ നമുക്ക് 10/12 കിട്ടി, 9/12 നമുക്ക് കിട്ടി. എന്നിട്ട് നമുക്കറിയാമല്ലോ ഇതിൽ ഏതാണ് വലുതെന്ന് നമ്മൾ നോക്കുക. അപ്പൊ 10/12 ആണോ 9/12 ആണോ ഗ്രേറ്റർ ആയിട്ട് ഇരിക്കുന്നത്? ഏതാ? ഇങ്ങനെ ആകട്ടോ അല്ലേ? 10/12 ആണ് 9/12നേക്കാളും വലുത്. അപ്പൊ ഈ 10/12 നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? 5:6 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 10/12 കിട്ടിയത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലുത് ഏതാ? 5:6 ഗ്രേറ്റർ ദാൻ 3:4. കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കാരണം ആദ്യം നമുക്ക് റേഷ്യോ തന്നിരുന്നാൽ അവിടെ നമ്മൾ ഈ ഒരു ഫോമിലോട്ട് മാറ്റി എഴുതുക. എന്നിട്ട് ഈ സെക്ഷൻ മാത്രം എടുക്കുക. 5/6 എന്ന് പറയുന്ന സെക്ഷൻ എടുത്തിട്ട് ആദ്യം അതിന് മുമ്പ് ഇതിന്റെ രണ്ടിന്റെയും LCM കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ആൻസർ 6ന്റെ കൂടെ എത്ര സംഖ്യ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമ്മുടെ LCM കിട്ടുന്നത് നോക്കുക.
ആ സെയിം സംഖ്യ കൊണ്ട് നമ്മുടെ 5നെയും ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. എന്നിട്ട് ഈ സെക്ഷൻ എടുത്ത് നോക്കുക. രണ്ട് സംഖ്യയിൽ ഏതാണ് നമുക്ക് കിട്ടുന്ന വലിയ ഫ്രാക്ഷൻ എന്ന് നോക്കുക. അതായിരിക്കും നമ്മുടെ വലിയ സംഖ്യ, വലിയ റേഷ്യോ. ആ വരുന്ന ഫ്രാക്ഷന്റെ റേഷ്യോ ആയിരിക്കും ഏറ്റവും വലിയ റേഷ്യോ എന്ന് പറയുന്നത്. രണ്ട് റേഷ്യോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ നിങ്ങൾ ആ എക്സസൈസിൽ ആദ്യം കിടക്കുന്ന 1ഉം 2ഉം അതിൽ 3 ക്വസ്റ്റ്യൻ വെച്ച് ആദ്യത്തെ ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യൻ ചെയ്യണം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യനും ചെയ്യണം. ഓക്കെ, ഇത്ര നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. അതിൻ്റെ എന്നിട്ട് ആ എക്സസൈസിൽ തന്നെ എക്സസൈസിൽ 10A തന്നെ ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻ കണ്ടോ, 20 ഫില്ലിംഗ് ദ പ്ലേസ് ഹോൾഡേഴ്സ്, അതിൽ 2 ക്വസ്റ്റ്യനും ചെയ്ത് ടീച്ചറിന് ഹോംവർക്കായിട്ട് അയച്ചു തരും. അപ്പോൾ ഹോംവർക്ക് ആദ്യത്തെ 1, 2, 3 അതിൽ 3 ക്വസ്റ്റ്യൻ വീതം ചെയ്യുക. ലാസ്റ്റ് 20 അതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ആ 2 ക്വസ്റ്റ്യനും ചെയ്ത് ടീച്ചറിന് ഹോംവർക്കായിട്ട് അയച്ചു തരണം. അപ്പൊ റേഷ്യോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ടീച്ചറിന് തോന്നുന്നു. കാരണം ഇനി നമ്മൾ നമ്മുടെ ഇതിൽ എക്സാമ്പിൾ എന്താ കണക്കുകളുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ നോക്കുക എന്താണ് പ്രൊപ്പോർഷൻ. അതായത് റേഷ്യോ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രൊപ്പോർഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പഠിച്ചാലോ പ്രൊപ്പോർഷൻ എന്താണ്? നമ്മൾ ചാപ്റ്റർ 7 എന്താ റേഷ്യോ പ്രൊപ്പോർഷൻ ആൻഡ് യൂണിറ്ററി മെത്തേഡ് എന്നാണ്. അപ്പൊ റേഷ്യോ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രൊപ്പോർഷൻ എന്താണെന്നാണ് പഠിക്കുന്നത്. പ്രൊപ്പോർഷൻ. If two ratios are equal, we say that they are in proportion and use the symbol sign or equal to equate the two ratios. അതായത് രണ്ട് റേഷ്യോ നമുക്ക് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ റേഷ്യോസ് അല്ലേ പ്രൊപ്പോർഷൻ എന്ന് അതിനെ നമ്മൾ പറയും. If two ratios are equal, രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? We say that they are in proportion. ആ രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷനിലാണെന്ന് നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പല് ഒന്നുകിൽ ഈ ഒരു സിമ്പലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഈക്വൽ സൈന് ഇട്ടു. ഓക്കെ, ഇക്വേറ്റ് ദ ടു റേഷ്യോസ്. എക്സാമ്പിൾ നോക്കിക്കേ. It is given that the weight of 150 liters and 100 liters of kerosene oil are 135 kilogram and 90 kilogram respectively. Then the ratio of volumes നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമുക്ക് എന്താണ് വെയിറ്റ് 150 ലിറ്റേഴ്സിൻ്റെയും 100 ലിറ്റേഴ്സിൻ ആ കെറോസിൻ ഓയിലിൻ്റെ വെയിറ്റ് 135 കിലോഗ്രാമും 90 കിലോഗ്രാമും ആണ്. 150 ലിറ്ററും ഉണ്ട്, 100 ലിറ്ററും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 135 കിലോഗ്രാമും ഉണ്ട്. പിന്നെ എത്രയാണ്? 90 കിലോഗ്രാമും ഉണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കാം. അതായത് 150 ഡിവൈഡഡ് ബൈ 100 നമ്മൾ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് 3/2 എന്നാക്കാം. ആ 3/2 നമ്മൾ എന്ത് രീതിയിൽ എഴുതണം? 3:2 എന്നുള്ള രീതിയിൽ എഴുതണം. അടുത്ത എടുക്കുന്നു 135 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 90 കിലോഗ്രാം. ഇതിനെ നമുക്ക് വെട്ടിക്കൂടെ? പെട്ടെന്ന് നമുക്ക് എത്ര കിട്ടും? 135 90 വെട്ടുമ്പോൾ നമുക്ക് 3/2 തന്നെ കിട്ടുന്നു. ഇതിനെ നമ്മൾ 3:2 രീതിയിൽ എഴുതുന്നു. അപ്പൊ നമ്മൾ ഈ 150 ലിറ്ററിന്റെയും 100 ലിറ്ററിന്റെയും റേഷ്യോ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് 3/2 തന്നെ 3:2 കിട്ടി. 130 കിലോഗ്രാം 90 കിലോഗ്രാമിന്റെ റേഷ്യോ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 3:2 തന്നെ കിട്ടി. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പറയാം? ഈ രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷനിലാണെന്ന് പറയാം അല്ലേ? 3:2 ഈക്വൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 4 കുത്തിടാം. 3:2. ഓക്കെ, കണ്ടോ? ഇതെന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ? രണ്ട് സൈഡിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഈക്വൽ ചിഹ്നം ഇട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ രണ്ട് റേഷ്യോസ് പ്രൊപ്പോർഷനിലാണോ എന്ന് നമ്മൾ ഈ ഒരു രീതിയിലാണ് നോക്കി പറയുന്നത്. നേരത്തെ തന്നേക്കുന്ന രീതി തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്നൊക്കെ ഇവിടെ നേരിട്ട് വെട്ടിക്കളയാവുമ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് ചെയ്യുന്നു. 4 numbers in proportion. നോക്കിക്കേ, 4 numbers A, B, C, D are said to be in proportion if A is to B is equal to C is to D. And we write A is to B 4 കുത്തിട്ടിട്ട് C is to D. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 4 എന്താ സംഖ്യയുടെ പ്രൊപ്പോർഷനിലാണോ അല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ A is to B എന്ന് നമുക്ക് പറയാം equal to C is to D. അല്ലെങ്കിൽ ഈ സൈൻ ഇടാം അല്ലേ? A is to B 4 കുത്തിട്ടിട്ട് is to C is to D. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. Here
A, B, C, D are respectively known as first, second, third and fourth term of the given proportion. A, B, C, D നമ്മൾ എന്തോ പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം ഓഫ് ദ ഗിവൺ പ്രൊപ്പോർഷൻ. നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷനിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം ആണ് ഈ A, B, C, D എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം ആർ കാൾഡ് ദ എക്സ്ട്രീം ടേം ഓർ എക്സ്ട്രീംസ്. അപ്പൊ ഈ ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയും, അതായത് എ, ബി എ അല്ലേ, എ ഫസ്റ്റ്, ബി സെക്കൻഡ്, സി തേർഡ്, ഡി ഫോർത്ത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയും എ ഡി എ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എക്സ്ട്രീം ടേം. എന്ത് വിളിക്കും നമ്മൾ? എക്സ്ട്രീം ടേം ഓർ എന്താണ്? എക്സ്ട്രീംസ്. എക്സ്ട്രീം ടേം ഓർ എക്സ്ട്രീംസ് എന്ന് നമ്മൾ വിളിക്കും. അതുപോലെ ഇനി സെക്കൻഡ് ടേമിനെയും തേർഡ് ടേമിനെയും, അതായത് സിയും ബിയും അല്ലേ, ബിയും സിയും ഇവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മിഡിൽ ടേംസ് അല്ലെങ്കിൽ മീൻസ് ഓർ മീൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് പ്രപ്പോർഷൻ പഠിക്കുമ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ 4 സംഖ്യയുടെ പ്രപ്പോർഷനാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ എ ബി സി ഡി 4 സംഖ്യയിലാണ് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേമിന്റെ പ്രപ്പോർഷൻ. ആ പ്രപ്പോർഷന്റെ 1, 2, 3, 4 ടേം നമ്മൾ അതിനെ പറയും. അതിൽ ആദ്യത്തെ ടേമും ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയും എയും ഡി എയും കൂടെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്ട്രീം ടേം അല്ലെങ്കിൽ എക്സ്ട്രീംസ് എന്നും, ഇനി സെക്കൻഡ് ടേമിനെയും തേർഡ് ടേമിനെയും ബി എം സി എ നമ്മൾ വിളിക്കുന്ന പേര് മിഡിൽ ടേം എന്നും അല്ലെങ്കിൽ മീൻസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയും നമ്മൾ എക്സ്ട്രീംസ് അല്ലെങ്കിൽ എക്സ്ട്രീം ടേം എന്ന് പറയും. സെക്കൻഡ് ടേമിനെയും തേർഡ് ടേമിനെയും നമ്മൾ മീൻസ് അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് നമ്മൾ അതിനെ പറയും. അപ്പൊ നമ്മൾ 4 സംഖ്യയിലെ പ്രൊപ്പോർഷൻ നമ്മൾ എങ്ങനെ എഴുതും നോക്കിക്കേ. A is to B, C is to D. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? A into D എന്ന് എഴുതാം. അതായത് ഫസ്റ്റ് ടേമിനെയും ഫോർത്ത് ടേമിനെയും ഈക്വൽ ടു B into C. ഈ രീതിയിൽ നമുക്ക് അതിനെ എഴുതാം. അതായത് പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഇതാണ്. ഇതാ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയാണ് നമ്മൾ എക്സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്, ബിയുടെ സിയുടെ പ്രോഡക്റ്റ്. ഓക്കെ, മനസ്സിലായ? പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം അതായത് എയുടെ ഡിയുടെ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മീൻസ്, ബിയുടെ സിയുടെ പ്രോഡക്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കുറെ കൂടി മനസ്സിലാവും. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കേ. 45:90 equal to എത്ര? 3:6. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം കാണുക. 45 into 6 equal to 90 into 3. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ടേമും ലാസ്റ്റ് ടേമും കൂടെ ഇൻഡു ചെയ്യുക, സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടെ ഇൻഡു ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം ചെയ്യുക. പ്രോഡക്റ്റ് ഓഫ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇതാണ് 45 into 6. 45 into 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 270. രണ്ടാമത് പ്രോഡക്റ്റ് ഓഫ് മീൻസ് ചെയ്യുക. ഇതും കൂടെ തമ്മിൽ ഇൻഡു ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 270. രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 270 തന്നെ കിട്ടും. അപ്പൊ ഈ റേഷ്യോ എന്താണ്? പ്രൊപ്പോർഷനിലാണെന്ന് നമുക്ക് പറയാം. രണ്ടിടത്തും കണ്ടോ സെയിം ആൻസർ തന്നെ വന്നു. ഇനി അതിന്റെ താഴെ ഒരു എക്സാമ്പിൾ നടക്കുന്നുണ്ടോ? Are the ratio 45 gram is to 60 gram and 360 kilogram is to 48 kilogram in proportion. അപ്പൊ ഇത് രണ്ടും പ്രൊപ്പോർഷനിലാണോ നമ്മൾ കണ്ടുപിടിക്കാനാണ് അവര് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? 45 ഗ്രാമും 60 gram. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 45 divided by 60. നമുക്ക് ഈസി ആയിട്ട് ഈ 45നെ 60 നമുക്ക് വെട്ടിക്കളയാം അല്ലേ? നമ്മൾ എങ്ങനെ വെട്ടിക്കളയാം? നമുക്ക് 3/4 കിട്ടും. അത് നമ്മൾ റേഷ്യോ രീതിയിൽ എഴുതുമ്പോൾ 3:4. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര ആയിരുന്നു? 36 കിലോഗ്രാം 48 കിലോഗ്രാം. അപ്പോൾ അതിനെ ഇതുപോലെ ചെയ്യുക. 36 divided by
48 is equal to ഇത് നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ 38നെയും 36നെയും 48നെ നമുക്ക് എത്ര കൊണ്ട് വെട്ടിക്കളയാം 3/3 അപ്പോൾ രണ്ടെടുത്തു രണ്ട് അത് റേഷ്യോ ചെയ്തപ്പോൾ നമുക്ക് 3:4 ആൻസർ വന്നു. അപ്പോൾ ഇത് പ്രൊപ്പോർഷനിലാണ് അല്ലേ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ റേഷ്യോ എന്താണ് പ്രൊപ്പോർഷനിൽ ആണ്. അപ്പോൾ അതിൻ്റെ താഴെയും കുറേ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഹോംവർക്കായിട്ട് അത് ചെയ്ത് നോക്കുക. 3 numbers in proportion. ഇനി 3 numbers പ്രൊപ്പോർഷനിലാണെങ്കിൽ നമ്മൾ 4 നമ്പർ പ്രൊപ്പോർഷനിലാണോ അല്ലെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി 3 നമ്പറാ വരുന്നെങ്കിൽ അപ്പൊ അത് നമ്മൾ എയും ബിയും സിയും ഡിയും പറഞ്ഞു എ ബി സി ഡി 4 നമ്പറിന്റെ പ്രൊപ്പോർഷൻ പറഞ്ഞു. ഇനി 3 നമ്പറെ നമുക്ക് തരുന്നോളൂ എ ബി സി ഇത് പ്രൊപ്പോർഷനിലാണോ അല്ലെന്നുള്ളത് നമ്മൾ നോക്കണം. 3 numbers A, B, C are said to be in proportion if A, B, B, C are in proportion. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം A, B, B, C proportion ആണോ അല്ലെന്ന് നോക്കുക. A, B, C are in proportion. A, B, B, C are in proportion. A is to B equal to B is to C. B square is equal to AC. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ നോക്കണം. നോക്കിക്കേ 3 സംഖ്യകളാണ് നമുക്ക് തന്നിരിക്കുന്നത് എയും ബിയും സി. ഇത് പ്രൊപ്പോർഷൻ ആണോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാം A is to B equal to C. Okay, equal to B is to C equal to B is to C അല്ലെങ്കിൽ B square is equal to AC. പിന്നെ നമുക്ക് എന്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറെ കൂടി മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ 25, 35 x are in proportion. Find the value of x. അതായത് 25 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിരിക്കുന്നു 35 എന്ന് പറഞ്ഞ സംഖ്യ എക്സ് തന്നിരിക്കുന്നു. ഇപ്പൊ പ്രൊപ്പോർഷനിലാണോ എന്ന് നോക്കണം. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം 25 is to 35 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി 35 is to x ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു. ഇനി എന്താ ഇനി 25നെ നമ്മൾ നേരത്തെ പറഞ്ഞു 4 സംഖ്യയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിലല്ലേ ചെയ്തത് 25 into x is equal to 35 into 35 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി ഇനി x is equal to 35 into 35 divided by 25. നമ്മൾ 35 into 35 ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ആൻസർ 49 എന്ന് പറയും. എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും 40. പിന്നെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു 25, 35 എക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അത് പ്രൊപ്പോർഷൻ ആണ് അല്ലേന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഈസ്റ്റ് രീതിയിലാണ് അങ്ങോട്ട് എഴുതുന്നത്. അതായത് 25 is to 35. പിന്നെ നമുക്ക് സംഖ്യ ഇല്ല അല്ലേ. അപ്പൊ 35 is to x തന്നെ എഴുതി 4 സംഖ്യ ആക്കി നമ്മൾ മാറ്റി. 4 സംഖ്യ തന്നെ നമ്മൾ പ്രൊപ്പോർഷൻ ആണ് നോക്കുന്നത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ഇൻറ്റു ചെയ്യുക. സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇവിടെ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ എക്സ് മാത്രം നമ്മൾ എടുത്തിട്ട് ഈ ഭാഗത്തെ നമ്മൾ 25 കൊണ്ട് എക്സ് കിടന്ന ആ സംഖ്യയോട് ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടെത്തി. 3 സംഖ്യ തന്നിരുന്ന അതിന്റെ പ്രൊപ്പോർഷൻ കാണാൻ നമ്മൾ ഈ ഒരു രീതിയിലാണ്. അപ്പം ഇനി നമുക്ക് യൂണിറ്ററി മെത്തേഡാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഹോംവർക്ക് ആദ്യത്തെ എക്സസൈസ് 10B ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൽ 3 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് ഇതിൽ കിടക്കുന്ന പ്രോബ്ലംസ് എത്ര വേണമെങ്കിലും ചെയ്ത് പഠിക്കാം. എത്രമാത്രം ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് ഓരോ പ്രോബ്ലംസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? എല്ലാം റെഡി അല്ലേ? നമ്മൾ ഇന്ന് സോഷ്യൽ സ്റ്റഡീസില്ല നമ്മുടെ പൊളിറ്റിക്സ് പാർട്ട് അല്ലേ നമ്മുടെ തേർഡ് യൂണിറ്റ് അതിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. കീ എലമെന്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കീ എലമെന്റ്സിനെ കുറിച്ച് അതിന്റെ അടിസ്ഥാന കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ. ഒരു ഘടകങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അതായത് ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ ഗവൺമെന്റ് എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ ഫോംസ് ഓഫ് ഗവൺമെന്റും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി കാര്യങ്ങൾ അതായത് അതിന്റെ ഗവൺമെന്റിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി ഒന്ന് നോക്കാം. നോക്കിക്കേ, in the previous chapter we discussed the need for having a government and learn about various forms of government. അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഗവൺമെന്റിന്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എത്ര ഫോംസ് ഓഫ് ഗവൺമെന്റ് ഏതൊക്കെയാണ്, ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. We also learned that our country has a
form of government called a respective democracy. Now let us understand why democratic government is a good form of government. ഇപ്പൊ എന്താണ് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് ഒരു ഡെമോക്രാറ്റിക് ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ ഒരു പ്രാതിനിധ്യ ജനാധിപത്യം എന്നൊരു ഭരണരീതി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഒരു നല്ല സർക്കാർ രൂപീകരിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അത് രൂപമാകുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിനി പഠിക്കാം. വാട്ട് ഈസ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. Abraham Lincoln, one of the greatest president of the USA, defined democracy as government of the people, by the people, for the people. അല്ലേ? എന്താണ് ഗവൺമെന്റിനെ കുറിച്ച് എബ്രഹാം ലിങ്കൺ, അതായത് നമ്മുടെ യുഎസിലെ പ്രസിഡന്റ് ആയ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് ആയ എബ്രഹാം ലിങ്കൺ പറഞ്ഞ എന്താണ്? ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ്. നോക്കിക്കേ, this is what actually happen in representative democracy. ഇപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ഈ ഒരു കാര്യം തന്നെയാണല്ലേ. ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ്, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ഒരു ഗവൺമെന്റ് ആണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അല്ലേ? നോക്കിക്കേ, നമ്മുടെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. The adult citizens choose the members of the government from among themselves. So there is government of the people, by the people. Again, the chosen members take a decision on behalf of and for the benefit of the people. This is government for the people. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? ആദ്യം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അഡൾട്ട് സിറ്റിസൺ ഇല്ലേ, നമുക്ക് വോട്ടവകാശമുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരെ നമ്മളെ ഭരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. സോ ദർ ഈസ് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ആ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്നു. അഗെയിൻ ദ ചൂസൺ മെമ്പേഴ്സ് ടേക്ക് ഡിസിഷൻ ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ നമ്മുടെ ജനങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പൊ എന്താ? ദിസ് ഈസ് ഗവൺമെന്റ് ഫോർ ദ പീപ്പിൾ. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ ഗവൺമെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർട്ടിസിപ്പേഷൻ. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ദ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ മേക്കിംഗ് ദ ലോസ് ദാറ്റ് അഫക്ട് ദം. ഇപ്പൊ നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പാർട്ടിസിപ്പേഷൻ അല്ലേ, അവരെ അഫക്ട് ചെയ്യുന്ന ലോ എല്ലാം തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് അതിലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. They do this usually through their elected representatives. അപ്പോൾ അവരത് ഏത് വഴിയാണ് അവരുടെ തീരുമാനങ്ങൾ അറിയിക്കുന്നത്? അവർ എലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സിലൂടെയാണ് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. The government is elected for a fixed period of time. ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് നമ്മൾ ഈ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യുന്നത്. In India this period is 5 years. ഇന്ത്യയിൽ നമ്മുടെ ഗവൺമെന്റ് എത്രയാണ്? 5 വർഷമാണ് ഗവൺമെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. Once elected, the government can stay in power for that period of time. At the end of that period, elections are held again. If the people are satisfied with the government, they may re-elect it. If not, they may elect another government. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇലക്ഷനൊക്കെ ടിവിയിലൂടെ വാർത്തയിലൂടെ അറിയുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് കുറച്ച് റെപ്രസെന്റേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്ത് 5 വർഷത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വരും, പിന്നെ അടുത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പൊ ഇവരുടെ ഭരണം നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ തന്നെ വീണ്ടും എലക്ട് ചെയ്ത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആക്കി വെക്കുന്നു. അവരുടെ ഭരണം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ആൾക്കാർക്ക് വോട്ട് കൊടുത്ത് അവരെ ജയിക്കും. അപ്പൊ വേറെ ഗവൺമെന്റ് അവിടെ ഭരിക്കാൻ വരും അല്ലേ. This gives the people the power to change a government that cannot satisfy them. അപ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അവരെ മാറ്റി പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ട്. In a democratic country, the people can criticize the government. നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഗവൺമെന്റിന്റെ പ്രവൃത്തികൾ നല്ലതല്ലെങ്കിൽ നമുക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലേ. They can express their views through different media like newspaper, television, films and so on. അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ അല്ലേ, നമുക്ക് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യണം. നമ്മുടെ അത്തരം കാഴ്ചപ്പാടുകൾ നമ്മൾ മീഡിയയിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും ഫിലിംസിലൂടെയും ഒക്കെ നമ്മളത് എക്സ്പ്രസ് ചെയ്യും, അവരോടുള്ള എതിർപ്പ്. They can also participate in various forms of protest such as rallies, signature campaign, strikes, etc. അപ്പോൾ നമ്മൾ കാണുന്നതാണ് ദിവസം അല്ലേ, ഹർത്താലായാലും സമരമായാലും
എല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്താ, നമുക്ക് ആ ഗവൺമെന്റിന്റെ ഭരണം നമുക്ക് നല്ല രീതിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കെതിരെ റാലി നടത്തും, അല്ലെ, പ്രതിഷേധ ജാഥ നടത്തും, അതുപോലെ തന്നെ സമരം ഉണ്ടാക്കും, ഹർത്താൽ ചെയ്യും. ഇതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിലൂടെ എല്ലാം നമ്മുടെ പ്രതിഷേധം അവരെ അറിയിക്കും. നെക്സ്റ്റ്, ഫ്രീഡം നോക്കിക്കേ. ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് there is no democracy without freedom. അല്ലേ, എന്താ ഡെമോക്രസി ഇല്ലെങ്കിൽ അവിടെ ഫ്രീഡം ഇല്ലാത്ത ഡെമോക്രസി ഇല്ല. ജനാധിപത്യത്തിൽ എന്താ മെയിൻ? ഫ്രീഡത്തിനാണ് പ്രാധാന്യം. Freedom here means freedom of speech and expression, freedom to practice the religion of one's choice, freedom to do any job and so on. അപ്പോൾ എന്തിനൊക്കെയുള്ള ഫ്രീഡം ആണ്? നമുക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അല്ലേ, നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഏത് ജോലിയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് ഏത് മതത്തിലും നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ഫ്രീഡം ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. These freedoms can be exercised in a democratic country provided it is done without breaking any law or harming others. അപ്പോൾ നമുക്ക് ഈ ഫ്രീഡം എല്ലാം തരുന്നുണ്ട്. ഡെമോക്രാറ്റിക് കൺട്രിയിൽ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് ഈ ഫ്രീഡം ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഫ്രീഡം എല്ലാം എന്താണ് യൂസ് ചെയ്യാം, അല്ലേ, നമുക്ക് കിട്ടുന്ന ഫ്രീഡം എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷെ അത് ലോയോ അല്ലെങ്കിൽ നിയമത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ എന്താണ് ബാധിക്കാത്ത രീതിയിൽ വേണം ഈ ഫ്രീഡം എല്ലാം നമ്മൾ എന്താ എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫ്രീഡം എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് ബാക്കി നമ്മളത് ഉപയോഗിക്കുന്ന മൂലം ബാക്കിയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിനോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഈക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്, അല്ലേ, സമത്വവും നീതിയും. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി എവരിബഡി ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. ഒരു ജനാധിപത്യ രാജ്യത്തില് എല്ലാ ആൾക്കാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. Therefore, the laws are not different for different people. Everybody enjoy equal status and get equal opportunity to study, earn a living and so on. എല്ലാ ആൾക്കാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അവിടെ പല ആൾക്കാർക്ക് പല നിയമമൊന്നുമില്ല, എല്ലാവർക്കും ഒരേ നിയമമാണുള്ളത്. എല്ലാവർക്കും എന്ത് ചെയ്യാം, അവരുടെ ഈക്വൽ സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാം, അല്ലേ, ഈക്വൽ എന്താ ഓപ്പർച്യൂണിറ്റീസ് ആയാലും അതുപോലെ തന്നെ എന്താ താമസിക്കാനുള്ള എന്താ റൈറ്റ് ആയാലും, ഇല്ലേ, എല്ലാ ആൾക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാം. In a democracy, everybody has the right to get justice. If any person faces discrimination for any reason, he or she can seek justice in a court of law. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിലെ ഏതൊരു വ്യക്തിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും റൈറ്റും എല്ലാം ഉണ്ട്. അഥവാ അതിന് എന്തെങ്കിലും രീതിയിൽ എന്താ ആ ഒരു റൈറ്റിന് അല്ലെങ്കിൽ ഇക്വാളിറ്റിക്ക് എന്തെങ്കിലും ഒരു എന്താ അവർക്കൊരു ഫെയർ ട്രീറ്റ്മെന്റ്, ഇല്ലേ, അവർക്ക് മോശമായിട്ട് രീതിയിലൊരു പെരുമാറ്റം അവർക്ക് ഉണ്ടായാൽ അവർക്ക് കോടതിയെ സമീപിക്കാൻ നിയമം വഴി അവർക്ക് അതിന്റെ സംരക്ഷണം കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു വിവേചനം നേരിട്ടാൽ അവർക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാം, അല്ലെ നിയമത്തിനെ സമീപിക്കാം. It is important to understand, however, that there can be justice only if there is equality in terms of wealth and social status. ഇല്ലേ, നമ്മൾ എന്നിരുന്നാലും നമ്മുടെ ഈ എന്താ സമ്പത്തിനും സാമൂഹിക പദവിയുടെയും, അല്ലെ, സമ്പത്തിന്റെയും സാമൂഹിക പദവിയുടെ ഒക്കെ കാര്യത്തിൽ തുല്യത ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ള നീതി ഉണ്ടാകൂ എന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. You have read in an earlier chapter that many people are denied fair opportunities because of economic and social inequalities. ഇല്ലേ, എന്താ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പല കാരണങ്ങളാൽ ആളുകൾ ഇന്നും ഈ ഒരു ഇൻഇക്വാലിറ്റി എന്താ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. Our constitution allows some special benefit to be given to such people. അങ്ങനെ സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, ഇല്ലേ, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല ലോസും, ഇല്ലേ, പല എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ബെനിഫിറ്റ് അവർക്ക് വേണ്ടി നൽകുന്നുണ്ട്. The government maintain a list of caste and tribes that need to be given special benefit to improve their social and economic status. അപ്പം ഈ ഒരു സ്പെഷ്യൽ കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബിലുള്ള ആളുകൾക്ക് ഗവൺമെന്റ് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഇല്ലേ, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഉയർത്താനൊക്കെ ആയിട്ട് ഗവൺമെന്റ് ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് വേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. These caste and tribes are known as scheduled caste and scheduled tribes. അപ്പോൾ ഈ കാസ്റ്റിനെയും ഈ ട്രൈബിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ SC ST നമ്മൾ പറയാറില്ലേ, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും ഷെഡ്യൂൾഡ് ട്രൈബ് എന്നും നമ്മൾ അവരെ പറയുന്നുണ്ട്. Some jobs in government offices and some seat in educational institutions are reserved for them. അപ്പം നമ്മുടെ ജോലിയുടെ കാര്യം വരുമ്പോഴായാലും നമുക്കറിയാം
കഴിഞ്ഞാലും SC/ST ആൾക്കാർക്ക് എന്തുണ്ട്, ഒരു മുൻഗണന ഗവൺമെന്റ് നൽകുന്നത്. അപ്പൊ അവരെ സാമൂഹികമായിട്ടും സാമ്പത്തികപരമായിട്ടും അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാ ആൾക്കാർക്കും തുല്യ നീതി കൊടുക്കാനായിട്ടാണ് ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Sometimes the government also gives special benefit to women and girls as they often face discrimination in our society. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ഡിസ്ക്രിമിനേഷനിലെ ഒരു വിവേചനം, ഒരു വേർതിരിവ് അനുഭവിക്കുന്ന വുമനും കുട്ടികൾക്ക് ഗേൾസിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് പല കാര്യങ്ങളും പല സ്പെഷ്യൽ ബെനിഫിറ്റിലെ പല ബെനിഫിറ്റും നൽകാറുണ്ട് അല്ലേ. വിവേചനം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നീഡ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്, നമുക്ക് ഈ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് സംഘർഷങ്ങൾ പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യകതയാണ്. An important role of the government is to resolve conflict between various groups within the nation. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു റോളാണ് എന്ത്, നമ്മുടെ ഈ നേഷന്റെ അകത്ത് തന്നെ പല ഗ്രൂപ്പ്സുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലേ, പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട റോളാണ്. Conflict arises when people of different religions, region or economic background strongly disagree with each other. അപ്പോൾ എന്താണ് ഈ കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാവുന്നത് പല ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് അല്ലേ, പല എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആളുകളാണ്, പല റിലീജിയൻസിൽപ്പെട്ട ആൾക്കാരാണ്, റീജിയൻസിലുള്ള. അപ്പോൾ ഇവരെല്ലാം കൂടെ തമ്മിലുള്ള എന്താണ് പരസ്പരം ശക്തമായിട്ട് വിയോജിക്കുമ്പോഴാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് സംഘർഷം ഉണ്ടാവുന്നത്. Sometimes conflict turn violent. ചില സമയത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സംഘർഷം എന്തിലേക്ക് മാറുന്നു, അക്രമാസക്തമായിട്ടും മാറാറുണ്ട്. The government takes steps to prevent a conflict from turning violent. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഘർഷം ഈ ഒരു അക്രമാസക്തമായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അത് പ്രിവെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കുന്നു. Whenever there is a large gathering of people of different group, policemen watch over the crowd. എവിടെയെങ്കിലും ആൾക്കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമുക്കറിയാം പോലീസുകാർ അവരെ ശ്രദ്ധിക്കും. ജനങ്ങൾ കുറെ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലീസുകാർ പ്രത്യേകം വന്ന് അവരെ ശ്രദ്ധിക്കാറുണ്ട്. You must have noticed a large number of policemen around whenever you have watched a religious procession or an election rally or even a football match between two popular teams. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലേ. എവിടെയെങ്കിലും രണ്ട് ടീം ആൾക്കാരില്ലേ, ഗ്രൂപ്പുകൾ തമ്മിൽ ഉത്സവം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുട്ബോൾ കളി നടക്കുമ്പോഴോ ക്രിക്കറ്റ് കളി നടക്കുമ്പോഴോ ഒക്കെ അവിടെ പോലീസുകാർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോലീസുകാർ വന്ന് അവരെ നിരീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. In India, as in other democratic countries, conflicts are resolved according to the laws of the nation, which apply to all groups equally. ഇന്ത്യ പോലുള്ള ഡെമോക്രാറ്റിക് കൺട്രീസിൽ ഈ ഒരു എന്താണ് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിയമത്തിന്റെ വഴിയിൽ പലപ്പോഴും സോൾവ് ചെയ്യാറുണ്ട് അല്ലേ. അത് രണ്ട് ഗ്രൂപ്പിനും ഈക്വൽ ആയിട്ടായിരിക്കും ആ ഒരു നിയമം അപ്ലൈ ചെയ്യുന്നത്. When there are conflicts between states, the central government can step in. You might remember some occasions when this happened. അപ്പോൾ നമ്മൾ സ്റ്റേറ്റുകൾ തമ്മിൽ ഇപ്പോൾ നേഷന്റെ അകത്തുള്ള പല പല ഗ്രൂപ്പ് റിലീജിയസിലോ റീജിയനിലോ അല്ലെങ്കിൽ എന്താ അങ്ങനെ പെട്ട ഡിഫറെന്റ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആളുകളോ തമ്മിലായിരിക്കില്ല ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. സ്റ്റേറ്റുകൾ തമ്മിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് പരിഹരിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നത്. Okay, for example, when Tamil Nadu and Karnataka disagreed over the sharing of water from the river Kaveri, the government had to take a step to make sure that both states got a fair share of the water. അപ്പോൾ നമ്മുടെ കാവേരി നദിയിൽ നിന്നുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തമിഴ്നാടും കർണാടകയും തമ്മിൽ പലപ്പോഴും ഡിസഗ്രി വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ രണ്ട് നമ്മുടെ സംസ്ഥാനത്തിനും ഒരേപോലെ വെള്ളം ലഭിക്കത്തക്ക രീതിയിൽ ഗവൺമെന്റ് പല സ്റ്റെപ്പുകളും എടുത്തു. The problem arose because Tamil Nadu laying lower down in the river's course could not get water unless Karnataka laying upstream released water from its dam. ഇപ്പൊ എന്താണ് നമ്മുടെ തമിഴ്നാട് അല്ലേ ആ നദിയുടെ ഒഴുക്കിന്റെ താഴ്ന്നു കിടക്കുന്നതിനാലാണ് ഈ പലപ്പോഴും ഈ പ്രശ്നം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ജലം കിട്ടത്തക്ക രീതിയിലാണ് ഗവൺമെന്റ് അന്ന് എന്താണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്. ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. The preamble, the introduction to India's constitution. Preamble എന്താണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലേ, എൻ്റെ ഒരു ആമുഖം clearly states that India is a democratic republic. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. In other words, it is a democratic country with an elected head of state. ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ എന്താ നമ്മളെ
തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവന്മാരുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. The preamble also said that the constitution aimed to give all Indian citizens, അല്ലെങ്കിൽ എല്ലാ ജനാധിപത്യ അല്ലെങ്കിൽ എല്ലാ ഇന്ത്യയിലെ പൗരന്മാർക്കും തുല്യ അവകാശവും നീതിയൊക്കെ കൊടുക്കുക എന്നാണ് പ്രിയാമ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റിസ് ഇൻക്ലൂഡിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. എന്താണ് ജസ്റ്റിസ്? എല്ലാവർക്കും നീതി വേണം. അത് എങ്ങനെയുള്ള നീതി ആയിരിക്കണം? സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും നീതി ആയിരിക്കണം എല്ലാ ആൾക്കാർക്കും കിട്ടേണ്ടത്. ലിബർട്ടി, ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. എന്താണ്? നമുക്ക് നമ്മുടെ ചിന്ത നമുക്ക് സംസാരിക്കാനും നമുക്ക് വിശ്വസിക്കാനും നമ്മുടെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യാനും ഇല്ലേ, നമ്മുടെ ആരാധന, ഇതെല്ലാം നമുക്ക് ഫ്രീഡം ലിബർട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. സ്റ്റാറ്റസിലും ഓപ്പർച്യൂണിറ്റിയിലും പദവിയിലും ഇല്ലേ അവസരങ്ങളിലും എന്തുണ്ട്? ഇക്വാളിറ്റി വേണം. ഇതൊക്കെ നമ്മൾ പ്രിയാമ്പിളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിന്റെ താഴെ നമുക്ക് പ്രിയാമ്പിൾ ടു ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ഗവൺമെന്റിന്റെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ എലമെന്റ്സ് അല്ലേ. നമുക്ക് ഡെമോക്രാറ്റിക് ഗവൺമെന്റിലെ ഫ്രീഡം ഉണ്ടായിരിക്കും, നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും, നമുക്ക് ഇക്വാലിറ്റി ഉണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഗവൺമെന്റ് എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത്, അതിന്റെ ആവശ്യകത എന്താണ്. പിന്നെ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ പറഞ്ഞേക്കുന്ന 5-6 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കുക. ടീച്ചറിന് നോട്ട്സ് സെൻഡ് ചെയ്ത് തരണം. നിങ്ങൾ റീഡ് ചെയ്യുന്ന സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ടെക്സ്റ്റ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.